അങ്ങനെ ഒരുപാട് നാളത്തെ ശ്രമത്തിനു ശേഷം ഇന്ത്യയൊന്നാകെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വാർത്തയെത്തി. യമൻ ജയിലിൽ കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു. നാളെയായിരുന്നു വധശിക്ഷ നടപ്പിലാക്കേണ്ടിയിരുന്നത്. എന്നാൽ ശിക്ഷ നാളെ നടപ്പിലാക്കില്ല എന്നും ഇന്ത്യൻ ശ്രമങ്ങളുടെ ഫലമായാണ് യമൻ ഭരണകൂടത്തിന്റെ തീരുമാനമെന്നും കേന്ദ്രം അറിയിക്കുകയുണ്ടായി. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ച കാര്യം ആക്ഷൻ കൗൺസിലും കേന്ദ്ര സർക്കാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നഴ്സായ നിമിഷപ്രിയ യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. നാളെ വധശിക്ഷ നടപ്പിലാക്കുന്നത് ഒഴിവാക്കാൻ തീവ്ര ശ്രമമാണ് കുടുംബവും രാജ്യവും നടത്തിയത്. അതിനാണ് ഇന്ന് റിസൾട്ട് ഉണ്ടായത്. ഇന്നലെയും ഇന്നുമായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു. ഒടുവിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ സൂഫി പണ്ഡിതന്മാർ കുടുംബവുമായി നടത്തിയ ചർച്ചയാണ് ഫലം കണ്ടത്. ദിയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയുടെ ശിക്ഷ ഒഴിവാക്കണമെന്നായിരുന്നു തലാലിന്റെ കുടുംബത്തോടുള്ള അഭ്യർത്ഥന. എന്നാൽ ദിയാദനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബം. അതേസമയം കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ സൂഫി പണ്ഡിതരുടെ ഇടപെടലിൽ കുടുംബം വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് വഴങ്ങുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ദിയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകാമെന്ന കാര്യം തലാലിന്റെ കുടുംബം ആലോചിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം. കുടുംബം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം അറിയിച്ചാൽ വിചാരണ കോടതിയായ സന കോടതിയെ ഇക്കാര്യം അറിയിക്കും. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അവിടെ ഇന്ത്യൻ എംബസിയോ ഇല്ലാത്തതിനാൽ തന്നെ ഔദ്യോഗികമായി നടത്തുന്ന ശ്രമങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. ഇത് മാത്രമാണ് കാര്യങ്ങൾ ഇത്രയ്ക്ക് നീളാനുണ്ടായ കാരണവും. യമനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2016 മുതൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്കുള്ള യാത്രാ വിലക്കും നിലനിൽക്കുന്നുണ്ട് എന്നതെല്ലാം നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വെല്ലുവിളിയായി മാറുകയായിരുന്നു. ഇതിനിടെയാണ് കാന്തപുരം അവിടുത്തെ സൂഫി നേതാക്കളുമായി ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയെ നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ സഹായത്തോടു കൂടി കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ്. തലാലിനെ കൊന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ തള്ളി എന്നതാണ് നിമിഷപ്രിയക്കെതിരായ കേസ്. 2017 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. നിലവിൽ യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിലാണ് നിമിഷപ്രിയയെ തടവിലാക്കിയിരിക്കുന്നത്. നിമിഷപ്രിയ ഒരു പ്രതീക്ഷയാണ്. കൈവിട്ടു പോയി എന്ന് തോന്നുന്നിടത്തു നിന്നും അവസാനമായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമെന്ന പ്രതീക്ഷ. ഇനിയൊരു പ്രതീക്ഷ വേണ്ട എന്ന് 100% ഉറപ്പിച്ചിരുന്ന സമയത്താണ് അവസാന സമയത്തുള്ള ഈ ഒരു മിറാക്കിൾ. 2017 കുറ്റകൃത്യത്തിന് ശേഷം ജയിലിലായ അന്ന് മുതൽ നിമിഷപ്രിയയും കുടുംബവും കുറിച്ച കണ്ണീരിനുള്ള റിസൾട്ടാണ് ഇപ്പോഴത്തെ ഈ കോടതി വിധി എന്ന് പറയാതെ വയ്യ. തലാലിനും കുടുംബത്തിനും മനസ്സലിവുണ്ടായി. നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.